നമസ്കാരം. കേരളത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും UDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പറയുന്നു. 2024 തെരഞ്ഞെടുപ്പിലെ അതേ സീറ്റ് നില തന്നെയാണ് കേരളത്തിൽ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും UDF തന്നെയായിരിക്കും വിജയിക്കുക. ബാക്കിയുള്ള ഓരോ സീറ്റിലും LDFും NDAയും വിജയിക്കുമെന്നും സർവേ പറയുന്നു. അതേസമയം BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിർത്തുന്ന കേരളത്തിൽ മൂന്നാം ബദലായി BJP ഉയർന്നു വരികയാണ് എന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ. LDFന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 17% വോട്ടായിരുന്നു. ഇത് 7% വർദ്ധിച്ച് 24% എത്തും. LDFന് 32% വോട്ടായിരുന്നു 6 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എങ്കിൽ ഇത് 2% കുറഞ്ഞ് 30%-ലെത്തും. UDFന് ലഭിച്ച 43% വോട്ട് 1% കുറഞ്ഞ് 42%-ലെത്തും. അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂവെന്ന് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തെ ഒരു ദേശീയ ഘടകമായി ജനങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഈ വിഭജനം സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവചനമല്ല ഈ കണക്കുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെട്ടുവെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധ മനീഷ പ്രിയം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് കേഡർ ദുർബലമാണെന്നാണ് സംസ്ഥാനത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നത്. അതേസമയം ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ്. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നു എന്ന് പ്രിയം പറഞ്ഞു. ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ OBC വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 1,75,123 വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയിരിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.